So what's up guys, welcome to Legendary Noob. അപ്പോൾ guys, welcome to Minecraft. അപ്പോൾ guys, ഞാനിന്ന് Minecraft ആണ് കളിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഈ ബ്ലാക്ക് സ്മിത്ത് ഇല്ലേ, ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ കയറി, കുറേ വീട്ടിൽ കയറി. അവിടെ നിന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ അടിച്ച് മാറ്റി, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഗോൾഡ് ആൻഡ് 4 ആപ്പിളില്ലേ, ആപ്പിൾ, അങ്ങനെ അത്യാവശ്യം നമുക്ക് ബിഗിനിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് കയ്യെ വയ്ക്കുകയാണ് ഗൈസ്. കുറേ സ്പ്ലിറ്റായാണ് എല്ലാം കിട്ടിയത്. ഓക്കെ, ചെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ഈ ചെസ്റ്റും എടുക്കണം. ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്. ഓക്കെ ഗൈസ്, അയൺ പിക്കാക്സ്. ഓക്കെ അപ്പോൾ ഗൈസ്, ഞാൻ ഇതാ വന്നിരിക്കുന്നത് സ്നോ ബയോമിലാണ്. സ്നോ ബയോം മീൻസ് ഫോറസ്റ്റ് സ്നോ ബയോം. എനിക്ക് തോന്നുന്നു ഇതാണ് മൈൻക്രാഫ്റ്റ് സർവറിൽ തന്നെ ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു സർവർ. ഓക്കെ ഗൈസ്, നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോകാം. ഇതല്ലേ നമ്മൾ വന്ന വീട് ഏതാ? ഇതല്ലേ? ഇതാന്ന് തോന്നുന്നു. ഈ പന്ന വില്ലേജ് അയൺ കോളമുണ്ടോ? ഇല്ല, നിന്നിട്ട് പടമാക്കും. അയ്യോ അയൺ കോളമേ, സോറി. ഭാഗ്യം ഗൈസ്, നമ്മൾ അയൺ കോളം അറിഞ്ഞില്ല നമ്മൾ അടിച്ചത്. നമ്മൾ അറിയാതെ അടിച്ചതാണ്. നിങ്ങൾ കണ്ടാണല്ലോ. എങ്ങോട്ടേ എനിക്കറിപ്പോ ഞാൻ മൂട്ടി ഒന്ന് അടി മേടിക്കായിരിക്കുക. എനിക്കത് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഏതായാലും ഒരു പണി ചെയ്യാൻ പോവാ. എടുക്കടാ ഇത് നമ്മളെടുക്കും. നമുക്കിതൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, ആൻഡ് സ്ലാപ്ലിങ്സ് നമ്മുടെ ബൂട്ടുള്ളതാണ്. 2 അയൺ ഇൻഗട്സ്, സ്പോർട്സ് ഷൂട്ട് സ്റ്റേഴ്സ് ആൻഡ് സാഡിൽ, ഒരു സാപ്ലിങ്. നമുക്കിവിടുന്ന് വേറെ ഒന്നും വേണ്ട. നമ്മൾ വേറെ വീട്ടിലോട്ട് പോവുകയാണ്. ആ വീട് ഒരു പീക്കിരി വീട്. ഇവിടെ കയറിയാലോ? 2 നിലയുള്ള വീടുണ്ടോ? ഇത് 2 നിലയൊന്നുമില്ല. ബിൽഡിങ്സ് ഒക്കെ നോക്കിയാൽ മോനെ പൊളിയല്ലേ. യോ ഗൈസ്, നമുക്ക് കുറച്ചും കൂടെ പൊളിയായിട്ടുള്ള വീട്ടിലോട്ട് കയറാം. ഞാൻ ഈ ക്രൗച്ച് ചെയ്യുന്നത് ഈ വീട് പൊളിയാണെന്നാണ് തോന്നുന്നത്. യോ, ഇങ്ങനെ വരികയാണല്ലേ ഗൈസ്. ഇവിടെ ഇതുണ്ട്, 2 ബെഡ്, നടുക്കൊരു ഫർണസ്, സ്റ്റേഴ്സ്. നമുക്ക് വേണ്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ. ഒരു ചെസ്റ്റ് ഇല്ല ഗൈസ്. ഏതൊരു വീട്ടിൽ പോയി ചെസ്റ്റ് എടുത്തുകൊണ്ട് വരട്ടെ. നമ്മൾ ഒരു വില്ലേജ് കണ്ടുപിടിക്കുന്നത് എന്തിനാ നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കുന്നത് ലൂട്ട് ചെയ്യാൻ ഗൈസ്. ഈ സീഡ് ഭയങ്കര റെയർ ആയിട്ടുള്ള സീഡാണ്. കാരണം ഇത് നോക്ക്, ഇങ്ങനത്തെ വില്ലേജസ് വരെ ഇവിടെ ഉണ്ട്. വേണം ട്രേഡ് ചെയ്യുന്നത്. കൊച്ചു ട്രേഡ് ചെയ്യത്തില്ലല്ലോ അല്ലേ? നമുക്കിപ്പോൾ നമ്മൾ വന്ന കാര്യം നമുക്ക് നോക്കാം. ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, ചെസ്റ്റ് മതി. ഇവിടുന്ന് ആയെന്ന് തോന്നി ഇവിടുന്ന് ബെഡ് എന്തോ എടുത്തത്. ഇതുപോലത്തെ ഒരു വീട്ടിൽ കയറി ഞാൻ ബെഡ് എടുത്തത് ഗൈസ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഈ സർവർ അടിപൊളിയാണോ അതോ വേറെ സർവർ വേണോന്ന് നോക്കാൻ വേണ്ടി ഒന്ന് എടുത്തായിരുന്നു. എന്നെ കാണിക്കുന്നത് അതൊക്കെ ഗൈസ്. എൻ്റെ പ്രശ്നം ഇതാ, ഞാൻ എപ്പോഴെങ്കിലും ഈ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ എനിക്ക് റൺ ചെയ്യാൻ അറിയില്ല. എങ്ങനെ മര്യാദയ്ക്ക് പോകേണ്ടത് പോലെ അറിയത്തില്ല. വേറൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ഈ മൈൻക്രാഫ്റ്റ് അല്ലേ ഈ കളിക്കുന്നത്. ഞാൻ ഈ കളിക്കുന്ന പേരാണ് ക്രാഫ്റ്റ് വേൾഡ്. ഈ ക്രാഫ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഇതേ ക്രാഫ്റ്റ് വേൾഡ് എന്നുള്ള പേരിൽ 3 ഗെയിമുണ്ട്. എന്നുവെച്ചാൽ ഒരേ കമ്പനിയുടെ തന്നെയാണ്, പക്ഷെ 3 ഗെയിമാണേ ഉള്ളൂ. അതിൽ ഇപ്പം നിങ്ങൾക്ക് പുതിയ സീരിയസ് ആയിട്ടുള്ള പുതിയ വേർഷൻ്റെ മൈൻക്രാഫ്റ്റ് ഇല്ലേ, അതാണ്. അതിൻ്റെ ഒരു പിക്ചറൊക്കെ ഉള്ളതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഏതാ എൻ്റെ വീട്? നമുക്ക് വീടിനൊരു അടയാളം വയ്ക്കണം. അയ്യോ മീനും പോട്ടെ. അയ്യോ, ഒരു പൂജ നിന്നെ ടേം ചെയ്യായിരുന്നു, പക്ഷെ ഒരു മീൻ
വേണം. നമുക്ക് മീനില്ല കയ്യിൽ. ദാറ്റ് ഈസ് ദ മെയിൻ വിഷയം. മീനെവിടെ? മീനല്ല നമുക്കിപ്പോൾ വേണം. നമുക്കിപ്പോൾ വേണ്ട നമ്മുടെ വീടാണ്. ഇതാണ് വീട്. എൻ്റെ പൊന്ന് വീട് എവിടൊക്കെ തപ്പിയാലാ കിട്ടുന്നത്. ഓക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു. നമുക്ക് ഇവിടെ ചെസ്റ്റ് വയ്ക്കാം. പക്ഷേ ഈ വീട്ടിലോട്ട് ഒറ്റ വില്ലേജർ പോലും കയറില്ലേ. ഉമ്മാരി സാധനമൊക്കെ എടുത്ത് തുറന്ന് നോക്കുന്നേ. എനിക്കറിയില്ല സാധനം എടുത്തോണ്ട് പോകുന്നു. ഞാൻ നോക്കിയിട്ടില്ല, തുറക്കുന്ന കണ്ടുണ്ട്. നമുക്ക് ഫുഡ് വേണ്ടേ? ലാർജ് ഫെർമോ ഇതൊക്കെ എന്തിനാ നമുക്ക്? എനിവേ ഈ ആപ്പിളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്കിപ്പോൾ കുറച്ച് ആനിമൽസിനെ ക്ലിയർ ചെയ്തിട്ട് ഇനി വുഡ് വേണ്ടേ ഗൈസ്? നമുക്കിപ്പോൾ ഒരു സ്വാഡ് ഉണ്ടാക്കാം. ഗെയിം ലോഡ് ചെയ്യുമ്പോഴേ ക്രിയേറ്റീവായിട്ട് ഒരു നെതറൈറ്റ് ആക്സോ അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. നമ്മളിപ്പം റിച്ച് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കായിരുന്നു. എനിവേ ഗൈസ് അത് കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണല്ലോ. ഒരു സെക്കൻഡേ. സോ ഗൈസ് ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു. എന്താ അറിയത്തില്ല. ഞാൻ മൈക്രോഫോൺ ഓണാക്കിയിട്ടേക്കുവാണ് നോക്കിയതായിരുന്നു. മൈക്രോഫോൺ ഓണാക്കിയിട്ടേക്കുവാണ് പിന്നെ കട്ടാകാൻ പാട് ഇതുണ്ടോ. കട്ട് തീരെ ആകുമ്പോൾ അടുത്ത ബ്ലോക്കിലോട്ട് പോവുക. ഇതൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണേ. ഇവിടെ വൂൾഫുണ്ട്. എടാ ബോളില്ലാതെ നിന്നെ എങ്ങനെയാണ് ടൈം ചെയ്യുന്ന പൊട്ടാ. മൈൻക്രാഫ്റ്റിലെ പ്രശ്നം ഇതാണ്. ഈ വുഡ് കട്ട് ചെയ്യുമ്പോഴല്ലോ സാധാരണ അടി കട്ട് ചെയ്യുമ്പോൾ മണ്ടേന്ന് ഒടിഞ്ഞ് വീഡിയോ ഏതെങ്കിലും ഉണ്ടല്ലോ. എന്തൊരു ഫിസിക്സ്. ഇത്ര മതിയായിരിക്കും. നമുക്കിപ്പോൾ 9 ഉണ്ട്. ഏതാ നമ്മുടെ വീട്? ഇതാണ് കേസ് നമ്മുടെ വീട്. അവിടെ ഫുർണസ് ഉണ്ട്. നമ്മൾ എന്തിനാണ് വന്നത്? ഇത് നമുക്ക് മതി. ആൻഡ് വെപ്പൺസ്. സ്റ്റിക്ക് അയൺ എടുക്കട്ടെ. അയൺ ഷോഡ് ഉണ്ടാക്കത്തില്ലേ? ഗൈസ് എൻ്റെ വേറെ കുറേ വീഡിയോസ് ഉണ്ട് എൻ്റെ ചാനലിൽ. ഗൈസ് ഈ വീഡിയോ വന്നാലും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. എന്നാലേ നമുക്ക് ഇതിൻ്റെയൊക്കെ അടുത്ത പാർട്ട് ഇടാൻ പറ്റും. ഗൈസ് ഇത് ഞാൻ ഈ ഗെയിം കളിക്കുന്ന ഗെയിമിൻ്റെ പേര് ക്രാഫ്റ്റ് വേൾഡ് എന്നാണ്. ബട്ട് ഞാൻ ഒരു സാധനമൊക്കെ വെച്ച് എങ്ങനെ ഉണ്ടാക്കുന്നത്? നമുക്ക് തന്നെ വേണ്ടേ? അയൺ ഇൻകോച്ച് മൊത്തം തീർന്നു. ഇങ്ങനെ വുഡ് കട്ടിയാണ് ഇങ്ങനെ പാടാണ്. വേറെ ആരുടെയെങ്കിലും വീട് പോയി ലൂട്ട് ചെയ്യാം. അല്ല നമ്മ അടുത്ത കളി. ഇതാ ഞാൻ വന്ന വീടെന്ന് തോന്നുന്നു. ഞാൻ വെച്ചോട്ടെ. Anyway, I don't know what is that noise. ഈ വീട് കയറിയായിരുന്നു. ഇവിടുന്ന് നമ്മൾ വന്ന നേരത്തെ ഞാനീ പറയുന്നത്. ഞാൻ വന്ന വീട്ടിൽ തന്നെ പിന്നെ കയറി. ഇതന്നെ ലൂപ്പോ? ഇവിടൊക്കെ എംറ്റിയാണ്. ബിക്കോസ് ഞാൻ ഈ വീട്ടിൽ നല്ല എടുത്തോണ്ട് പോയി. ആൻഡ് ഗൈസ് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഗൈസ് ഞാൻ ബ്ലോഗ്സ് റൂട്ടിൽ ഒരു ഗിവ് അവേ ചെയ്യാൻ പോവാണ്. എപ്പോൾ നമ്മുടെ ചാനലിന് 6K സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നോ അന്ന് നമ്മൾ ബ്ലോഗ്സ് റൂട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഗിവ് അവേ ചെയ്യാൻ പോവാ. ഡ്രാഗൺ ഫ്രൂട്ട്. ഓക്കെ, ഞാൻ 2 പേർക്കായിരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് കൊടുക്കുന്നത്. എങ്ങനെ ഞാൻ ഈ ആൾക്കാരെ കണ്ടുപിടിക്കുന്നത് അറിയോ? ഫസ്റ്റ് ഞാൻ എന്നെ എടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ തന്നെ. എൻ്റെ ചാനലിലെ എല്ലാ വീഡിയോസിനും എല്ലാ വീഡിയോസും ഇല്ലേ അതിൽ നിങ്ങൾ വന്ന് കമൻറ്റ് ഇടണം. ID ഇപ്പം എൻ്റെ ID ലെജൻഡറി ന്യൂബ് എന്നല്ലേ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ലെജൻഡറി ന്യൂബ് എന്നല്ലേ. അപ്പോൾ ലെജൻഡറി ന്യൂബ് എന്ന് പറഞ്ഞ് ID ലെജൻഡറി ന്യൂബ് എന്ന് പറഞ്ഞ്
എല്ലാ എല്ലാ വീഡിയോസിലും ഒന്ന് ഇടണം. അതിൽ നിന്ന് ഫസ്റ്റത്തെ 2 പേർക്കായിരിക്കും ഞാൻ ഈ ഇത് കൊടുക്കാൻ പോകുന്നത്, ഡെയിൽ ഫ്രൂട്ട്. അറിയാലോ, നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. ഇവനൊരു അടി കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല. ബിക്കോസ് എങ്ങാനും കൊടുത്ത അയൺ ഗോളം വന്ന് നമ്മളെ പടവാക്കും. നമുക്ക് പിഗ് വേണ്ട, നമുക്ക് വേറെ വല്ലതും കഴിക്കാം. എടാ, ഇവർക്ക് വെച്ചിട്ട് പോയ വെള്ളമാണ് ഈ തണുത്ത്. നിങ്ങൾക്ക് തണുക്കുന്നുണ്ടോ? ഒരു അടി വേണോ? വേണ്ട, പാവല്ലേ. ഇറക്കി വിട്ടിട്ടുണ്ട്. ഇത് മതി, നമുക്ക് ഇങ്ങനത്തെ വല്ല സന്തോഷം മതി. ഈ വീട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ടോ? ഈ സീറ്റിൻ്റെ മണ്ടയെല്ലാം ഫ്ലോറിൽ നമ്മൾ കയറിയില്ല. ഞാൻ എന്നാ പരിപാടി കാണിക്കുന്നത്? വെയിറ്റ് എ സെക്കൻഡ്, ഒരു മിനിറ്റ്. ഇന്ന് മണ്ടയിലോട്ട് കയറാൻ പറ്റില്ലല്ലേ? എങ്ങോട്ടേ പോകുന്നേ? നമുക്ക് വില്ലേജറിൻ്റെ അടുത്ത് തന്നെ ട്രേഡിങ് ആയിരുന്നു. ബ്രോ, വെപ്പൺ സ്മിത്തോ? 11 എമറാൾഡ് വേണമല്ലോ. ഈ എമറാൾഡൊക്കെ റെയറാണ് കിട്ടാൻ. എങ്ങനെ കിട്ടാനാ? എനിവേ, നമുക്ക് മറ്റേ ആ ഒരു കുഴി കൂടെ പോകുന്ന ആ ഇതില്ലേ, അവിടെ പോകുന്നതിന് മുന്നേ കുറച്ച് സാധനം എടുത്ത് ഇതിനകത്ത് വെച്ചേക്കാം. നമ്മുടെ ഗോളത്തിനെ കാണുന്നില്ല ഗൈസ്. ഗോളം എവിടെ പോയി? ഗോളം, വെയിറ്റ് എ സെക്കൻഡ്. ഇവിടെ സ്പ്രൂസ് മരവേ കാണത്തുള്ളൂ. അപ്പം എങ്ങനെ ഇവിടെ ഓക്ക് സാപ്ലിങ്സ് വന്നു? ഹൗ ഗൈസ്? ഞാൻ എന്തിട്ടാണ് ഈ കാണിക്കുന്നത്? ഇതൊക്കെ മതി നമുക്ക്. ഈ പിക്കാക്സ് വേണ്ട, പിക്കാക്സിൻ്റെ ആവശ്യം നല്ലോണം. ഗൈസ്, എന്തായാലും ഇത്ര രാത്രിയായില്ല, നാളെ പോവാം. എനിക്ക് ഈ ഗെയിമിനകത്ത് ആ പടം പേടിയുള്ള ഏതൊക്കെ അറിയാം? എൻഡർമാൻ ആൻഡ് മറ്റിതില്ലേ, എവോക്കർ, സ്കെലിറ്റൻ ആൻഡ് ആര്, സോംബീനൊന്നും പേടിയില്ല. ക്രീപ്പർ എവിടെയെങ്കിലും. ക്രീപ്പർ ഒന്നാമത്തെ കാര്യം സൺലൈറ്റ് അടിച്ച എരിഞ്ഞ് ചാവത്തില്ല. ഗൈസ്, ഫുഡ് പോകുന്നു. മേരെ ഫുഡ്. ഒറ്റ ബ്രീഫേ തിന്നുള്ളൂ ഗൈസ്. ഈ ബ്രീഫ് വെച്ച് ഞാൻ എന്ത് ചെയ്യണം എന്നാന്ന്? എനിവേ, ഈ ബീഫ് നമുക്ക് സ്റ്റീക്ക് ആക്കാം. സ്റ്റീക്ക് ലെതർ എടുത്തിനകത്ത്. ഗൈസ്, നമ്മുടെ ചെസ്റ്റ് ഫുള്ളാവാറായി കേട്ടോ. ഇവിടെ എന്താണ് പരിപാടി? സത്യം പറടാ, ഓടി. എനിവേ, നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോവാം. എന്നുവെച്ചത് ആ സ്ഥലത്തോട്ട്. നമ്മൾ ഈ വില്ലേജ് വിടാൻ പോകുന്നില്ല. ഈ വീട്ടിലോട്ട് ഞാൻ എന്തിനാ കയറിയ? ഇങ്ങോട്ടാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. ഇത് ലോഡായപ്പോൾ വന്ന പ്രശ്നമാണ് ഗൈസ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, നമുക്ക് ഈ ബെറീസ് എടുക്കാം. നമുക്ക് എടുത്ത് കൈ വയ്ക്കാം. ഇത് നമ്മുടെ ദേഹത്ത് കൊണ്ടാൽ നമുക്ക് ഡാമേജ് വരും. കിട്ടുമോ? കിട്ടി. ഇവിടുത്തെ ഈ ബെറീസ് ഇല്ലേ, മൊത്തം മുള്ളാണ്. ഈ മുള്ളിൽ എൻ്റെ പൊന്ന് ഗൈസ്, അങ്ങോട്ട് പോകണമെങ്കിൽ പാർക്കൂർ വരെ ചെയ്യണം. അവിടെ നോക്കിക്കാൻ മാഗ്മ. ഞാനിപ്പോൾ പോയി അവിടെ നിന്ന് പടവായനെ. ഇപ്പോൾ ഒക്കെ നമുക്ക് പോകണം അവിടെ. ഒറ്റ വില്ലേജറിൻ്റെ കയ്യിൽ അയൺ ഇൻഗോട്ട്സ് ഇല്ല. വിച്ച് മീൻസ് ഇവിടെ ഉള്ള ബ്ലാക്ക് സ്മിത്തിൻ്റെ എല്ലായിടത്തും ഞാൻ പോയി ലൂട്ട് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നുവെച്ചാൽ ഈ ഗെയിമിൽ തന്നെ ഒരു യൂസായി. നമുക്ക് വിശക്കുന്നില്ല. വി ആർ ഹാക്കറി. നമ്മൾ ഇന്നത്തെ ഹാക്കറാണെന്ന് തോന്നുന്നു. നമ്മൾ ഹാക്കറി ആയിരിക്കുന്നു ഗൈസ്. ചുമ്മാ എന്താ അറിയത്തില്ല, അയക്കുള്ളൂ, വിശക്കുമായിരിക്കും. ഈ വീട്ടിൽ നമ്മൾ കയറിയില്ലായിരുന്നു തോന്നുന്നു. ഗൈസ്, മൊത്തം റിസ്കസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് ഡേർട്ട് അങ്ങോട്ട് പൊട്ടിക്കുന്നത്.
എൻ്റെ പ്രശ്നം ഇതിനകത്ത് നോ ജമ്പിങ് ആയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഇവിടുന്ന് കയറണമെങ്കിൽ സ്റ്റെയറൊക്കെ വെച്ച് ഇങ്ങനെ കയറേണ്ട വന്നേനെ എൻ്റെ പൊന്നോ. ഇതിനകത്ത് വേറെ ഇങ്ങനെ സ്നോ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നോക്ക്. ഇങ്ങനെ സ്നോ പൊട്ടിച്ചാൽ അവിടെ പൊട്ടിപ്പോ നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മളൊരു ഡയമണ്ട് ഓറില്ലേ അത് നമ്മൾ പൊട്ടിക്കാൻ നോക്കുവാന്ന് വെച്ചോ. അപ്പം നമ്മൾ പൊട്ടിച്ച് അയ്യോ ഞാൻ അങ്ങനെ ഈ വീട്ടിലോട്ട് അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കുറേ നേരം എടുക്കും പൊട്ടാൻ. അതുകൊണ്ട് നമ്മൾ എന്നെ എടുക്കും എന്നാ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും പൊട്ടാൻ വേണ്ടി. അയ്യോ നമ്മൾ പൊട്ടാൻ വേണ്ടി ഇങ്ങനെ പൊട്ടാൻ പോലെ ഇരിക്കും. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ടാക്ടിക്കൽ ബ്രില്യൻ്റ് ഐഡിയ. പൊട്ടന്മാരെ ഈ വരി കൂടെ ഇറങ്ങിയോടാ. ഐ ഹാവ് എ പ്ലാൻ. ഇതൊക്കെ പൊട്ടിക്കാൻ എത്ര നേരമാടാ. എടാ ഇത് ഗൈസ് ഡോർ പൊട്ടിക്കണമെങ്കിൽ എന്നെ ഹാർഡാ. ഇപ്പം എന്താണ് സംഭവിച്ചത്? എനിവേ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നു. ശരിക്കും വലിയൊരു വിൻഡോ ആണ് ഗൈസ്. വിൻഡോ അതാണ് ഡോർ ഗൈസ്. നമ്മളൊരു നന്മമരമാണ് ഗൈസ്. ഇവിടെ വന്ന ആൾക്കാരെ ലൂട്ട് ചെയ്യാൻ വന്നപ്പം ഈ വീട്ടിൽ ജസ്റ്റില്ലെന്ന് മനസ്സിലായി. എല്ലാവരും പാവപ്പെട്ടവരാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ തന്നെ അടുത്ത് അവരെ പറ്റിച്ചിട്ട് നമ്മൾ പോയി നമ്മളെ രക്ഷപ്പെടുത്തി ആ കുഴിന്ന്. ഓർത്തോണം, ആ കുഴിന്ന് നമ്മൾ അവരെ രക്ഷപ്പെടുത്തി ഗൈസ്. ഈ വീട്ടിലെങ്കിലും ഒന്നെങ്കിലും ഇല്ല. പ്ലീസ് അയൺ ആൻഡ് ഗോഡ്. യോ ഗൈസ് നമ്മൾ ചമ്മി കളഞ്ഞ് 2 അയൺ സോഡ് ചെസ്റ്റ് പ്ലേറ്റ് എല്ലാം എടുത്തേക്കാം. ഒന്നും ഇവിടെ ബാക്കി വെക്കണ്ട. തീറ്റിയ ഗൈസ് ഇവിടെ വെപ്പൺ സ്മിത്താണ്. ഓക്കെ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.